കേറുന്നത്, നമുക്ക് ഗൂസ് ബംസ് ഒന്നും വരുന്നില്ല. വലിയ മാസ് കാണിച്ചിട്ടും ഒരു ഇത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല. എന്തായാലും 1000 കോടിക്കകത്ത് ഉറപ്പായിട്ട് അടിച്ചിരിക്കും. സെക്കൻഡ് പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കില്ല. പക്ഷെ നമ്മുടെ മുമ്പത്തെ ലൊക്കേഷൻ ഇന്റർവൽ ബ്ലോക്ക് പോലെ ഒന്നും അത്ര ലെവൽ വന്നിട്ടില്ല. പടം കൊള്ളാറുണ്ട്, നന്നായിരുന്നു. ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് നല്ല രസമുണ്ടായിരുന്നു, കാണാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇനിയും രജനീകാന്തിന്റെ ഫാൻസിന് കാണാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും 1000 കോടി അടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അത്രയും തീയതിക്ക് ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് കൊണ്ട് തന്നെ പറയാനും എന്തായാലും 1000 കോടിക്കകത്ത് ഉറപ്പായിട്ട് അടിച്ചിരിക്കും. കണക്റ്റായിട്ട് വരാനുണ്ട്. കാര്യം വലിയ മാസ് കാണിച്ചിട്ടും ഒരു ഇത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല. സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് ഇനിയിപ്പോൾ പറയാൻ പറ്റുള്ളൂ. പക്ഷേ സൗബിന് കുഴപ്പമില്ല, സൗബിൻ്റെ ആക്ടിങ് ഒക്കെ ഒരു ഇതൊക്കെ എല്ലാം കൊള്ളാം. പിന്നെ എന്താ പറയുക, വിനായകനായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നു. നാഗാർജുനാണ് ഭയങ്കരമായിട്ട്. നാഗാർജുന കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം. കുറച്ച് ഫസ്റ്റ് ഹാഫ് കുറച്ചൊരു 15 നാളത്തിലാണ് പോകുന്നത്. ഇതുവരെ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ കുറെ കാര്യങ്ങളൊന്നും കണക്ട് ആവണില്ല സംഭവം. അത് ചിലപ്പോൾ സെക്കൻഡ് ഹാഫിൽ ശരിയാവുമായിരിക്കും. എങ്ങനെയുണ്ട് ഇതിനായിട്ട് എടുത്ത സ്ഥിരം ലൊക്കേഷൻ മൂവിയിലാണോ എന്തെങ്കിലും ചേഞ്ചസ്? എന്തോ ആ ഒരു മേക്കിംഗ് ക്വാളിറ്റി എന്തോ എവിടെയൊക്കെ ഒരു ഗ്രാഫ് ഇങ്ങനെ താഴ്ന്നു പോയിട്ട് നല്ല രീതിയിൽ ഉയരുന്നില്ല, താഴ്ന്നു പോയിട്ട് ഇല്ല, ഒന്നും അങ്ങനെ കേറുന്നില്ല, നമുക്ക് ഗൂസ് ബംസ് ഒന്നും വരുന്നില്ല. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സംഭവം എന്ന് പറഞ്ഞാൽ. ആ ഒരു ലോകേഷിന്റെ ബ്രാൻഡാണ് ഈ പടത്തിന്റെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ രജനി സാറിന്റെ ആ ഒരു ഇന്ദു. പക്ഷെ എന്തോ ചിലടത്ത് എന്തോ മിസ്സിംഗ് പോലെ ഫീൽ ചെയ്തു പടത്തിന്റെ അകത്ത്. ബാക്കിയെല്ലാം നല്ലപോലെ വർക്കൗട്ട് ഉണ്ട്. ആ രീതിക്ക് തന്നെ ഒരു സ്റ്റോറി പോകുന്നതും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് സംഭവം. പക്ഷെ ചിലടത്ത് എന്തോ ഒരു ഇന്റർവൽ പഞ്ച് എനിക്ക് വലിയ ഫീൽ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കുറച്ചും കൂടെ ബെറ്റർ ആക്കായിരുന്നു എന്നൊരു ഫീൽ വന്നത്. ഇതുവരെയുള്ള ഒരു ക്യാരക്ടർ എങ്ങനെയുണ്ട്? ഒരു മാസ് എലിവേഷൻ പോലെ നമ്മള് ലോകേഷ് ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് ഒരു ഇമോഷണൽ പാക്കേജിൽ പോയിട്ട് സെക്കൻഡ് ഹാഫിലോട്ട് കയറി അങ്ങ് മാസ് അപ്പീലാക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ചെറുതായിട്ടൊന്ന് കത്തിച്ച് നിർത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പത്തെ ലൊക്കേഷൻ ഇന്റർവൽ ബ്ലോക്ക് പോലെ ഒന്നും അത്ര ലെവൽ വന്നിട്ടില്ല. എന്നാലും രജനി സാറിന്റെ പ്രസൻസും ബാക്കിയെല്ലാം ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. പിന്നെ സൗബിൻ മലയാളത്തിൽ നിന്ന് വന്നിട്ട് ഇത്രയും തകർക്കുമെന്ന് വിചാരിച്ചില്ല. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് പുള്ളിക്കാരന്റെ കയ്യിലായിരിക്കും എന്നാണ് തോന്നുന്നത്. സോബിന്റെ റോൾ തന്നെയാണ് എല്ലാം. ഫസ്റ്റ് 20 മിനിറ്റ്സ് ഫുൾ സോബിൻ തന്നെയാണ്. 20 മിനിറ്റ് അല്ല, ഒരു 1 hour കൂടുതൽ സോബിൻ തന്നെയാണ്. അടിപൊളിയായിട്ടുണ്ട്. ലൊക്കേഷന്റെ സ്ഥിരം സംഭവം തന്നെയാണോ, വെറൈറ്റി ആണോ? വെറൈറ്റി അല്ല, സ്ഥിരം ഇത് തന്നെയാണ്. പക്ഷെ നമുക്ക് കണ്ടോണ്ടിരിക്കാം, ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കില്ല. കുഴപ്പമില്ല ബ്രോ, കുഴപ്പമില്ല, അടിപൊളി പടമാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്, സെക്കൻഡ് ഹാഫ് കാണണം. നമ്മളൊരു ആവശ്യത്തിൽ കൊണ്ട് നിർത്തിയേക്കാം. സെക്കൻഡ് ഹാഫ് 1000 കോടിക്ക് അടിക്കുമോ? അയ്യോ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഡിഫറെന്റ് അപ്രോച്ച് ആണോ അതോ സെയിം ടെംപ്ലേറ്റ്? പേട്ടയുടെ മേളിലുണ്ടോ? പേട്ടയുടെ മേളില് പേട്ട ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണല്ലോ. സെക്കൻഡ് ഹാഫാണ് അടിപൊളിയെന്ന് തോന്നുന്നത്. ഫസ്റ്റ് ഹാഫ് കുറച്ച് കഥ മാത്രമേ ഉള്ളൂ, എന്താണ് സംഭവം എന്നൊക്കെ പറയുന്നു.